വരെ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 301 സോഴ്സ് റിപ്പോർട്ടുകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിട്ടുമുണ്ട്. ലഹരി വിപത്തിനെതിരെ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുത്ത അനുഭവമാണ്. ഇപ്പോൾ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സേ യേസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. 13 ജില്ലകളിൽ ജാഥ പ്രയാണം നടത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ മലപ്പുറം ജില്ലയിലെ പ്രയാണം മാറ്റിവെക്കേണ്ടി വന്നു. കളിയുപകരണങ്ങളുടെ വിതരണവും കളിക്കളങ്ങൾ വീണ്ടെടുക്കലും ഓരോ വേദിയിലും വലിയ ആവേശമുയർത്തി. 100ഓളം കേന്ദ്രങ്ങളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. 20ഓളം കളിക്കളങ്ങൾ വീണ്ടെടുക്കാനുമായി. ലോക ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് സമാപന പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5000 കായിക താരങ്ങൾ ആ പരിപാടിയിൽ അണിനിരക്കും. ലഹരിക്കെതിരെ നടത്തം എന്ന പേരിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അത്തരം ഒരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സംസ്കൃതി അധ്യാപകർ മെയ് 22-ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വയനാട് പനവരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതേ ദിവസം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ളാഷ് മോബും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നു. കൊല്ലം സിറ്റി പാരിപ്പള്ളി കുളമട ക്ലബ് ഗ്രൌണ്ടിൽ SFIയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ നടത്താൻ വിവിധ ഏജൻസികൾ തയ്യാറാവുകയാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.